പക്ഷാഘാത രോഗികളുടെ ആരോഗ്യ പരിചരണം ഹോമിയോപ്പതിയിൽ ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന RV സംസാരിക്കുന്നു. പക്ഷാഘാതം അഥവാ സെറിബ്രോ വാസ്കുലാർ ആക്സിഡന്റ്, സ്ട്രോക്ക് ഇന്ന് വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മുൻപ് പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന ഈ രോഗം ഇന്ന് ഭയപ്പെടുത്തുന്ന വിധം യുവജനങ്ങളെയും പിടികൂടിയിരിക്കുന്നു. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടഞ്ഞുപോവുകയോ അല്ലെങ്കിൽ അവ പൊട്ടി രക്തസ്രാവമുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് പക്ഷാഘാതം അഥവാ സെറിബ്രോ വാസ്കുലാർ ആക്സിഡന്റ് സംഭവിക്കുന്നത്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ശരീരത്തിന്റെ ഒരു വശം തളർന്നു പോവുക, സംസാരം അവ്യക്തമാവുക, കാഴ്ച മങ്ങുക, കഠിനമായ തലവേദന, ചിലപ്പോൾ ഒരു കൈ മാത്രം അല്ലെങ്കിൽ ഒരു കാല് മാത്രം തളർന്നു പോകാം. ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ, കഴിയുമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ, കൂടിപ്പോയാൽ 4 മുതൽ 5 മണിക്കൂറിനുള്ളിലെങ്കിലും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം. വിദഗ്ധ ചികിത്സ ലഭിച്ച വ്യക്തികളിൽ ചിലർ പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കുന്നു. എന്നാൽ ചിലർ വൈകി ചികിത്സ എടുക്കുന്നതിനാലും മറ്റു പല കാരണങ്ങളാലും പല വൈകല്യങ്ങളുമായി ജീവിക്കേണ്ടി വരുന്നു. പക്ഷാഘാത രോഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ ചികിത്സിക്കുന്നതിന് വളരെയധികം ക്ഷമയും സമയവും ആവശ്യമാണ്. എപ്പോഴും ഒരു മുറിക്കുള്ളിൽ ഒരു കട്ടിലിൽ കിടരോഗികളായി ശിഷ്ടകാലം നയിക്കാൻ വിധിക്കപ്പെടുന്ന പക്ഷാഘാത രോഗികൾ അനേകരാണ്. തുടക്കത്തിലെ ശരിയായ ചികിത്സ നൽകിയാൽ ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ അവസ്ഥയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കും. യോഗ്യതയുള്ള ചികിത്സകരിൽ നിന്നും ഇതിനുവേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം പക്ഷാഘാത രോഗ പ്രത്യാഘാതങ്ങൾക്കുള്ള ചികിത്സ തേടുക. ഇതിന് പല വിഭാഗക്കാരുടെയും കൂട്ടായ ആത്മാർത്ഥമായ ഇടപെടൽ ആവശ്യമാണ്. ലക്ഷണങ്ങൾക്കൊത്ത് കറക്റ്റ് മരുന്ന് കണ്ടുപിടിക്കാൻ ഒരു ഹോമിയോ ഡോക്ടറുടെ സേവനവും ആവശ്യമാണ്. ഇവരെ പരിചരിക്കുന്നതിൽ വൈദഗ്ധ്യം പ്രാപിച്ച നഴ്സ്, ഫിസിയോതെറാപ്പി ഡോക്ടർ, സംസാരശേഷി വീണ്ടെടുക്കാൻ സ്പീച്ച് തെറാപ്പി, ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ഡിസൈൻ ചെയ്യാൻ ഡയറ്റീഷ്യൻ, ഇങ്ങനെ വിവിധ പ്രൊഫഷണൽ മേഖലകളിലുള്ളവരുടെ അറിവും കാഴ്ചപ്പാടുകളും സംയോജിപ്പിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ തരത്തിലുള്ള രോഗികൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു രോഗം തന്നെയാണ് പക്ഷാഘാതം. ഇത് വരാതെ സൂക്ഷിക്കുക എന്നതാണ് അത്യുത്തമം. അതിനായി കുട്ടിക്കാലത്ത് തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും വീട്ടിൽ പാകം ചെയ്യുന്ന നാടൻ ഭക്ഷണങ്ങളും കഴിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. വ്യായാമം ജീവചര്യയുടെ ഭാഗമാക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ ശരിയായ രീതിയിൽ സമചിത്തതയോടെ മാനേജ് ചെയ്യുക. അവ ഒരു പരിധി വിട്ട് നമ്മെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക. കൗൺസലിംഗ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ തുടക്കത്തിലേ ചെയ്യുക. പുകവലി നിർത്തുക. ഇത് സ്ട്രോക്കിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുശീലമാണ്. മദ്യപാനം മറ്റൊരു വിപത്താണ്. തൃപ്തികരമായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ വരെ എങ്കിലും ഉറങ്ങുക. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവ കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ ഇടയ്ക്കിടെ ചെയ്യുക. ഇവ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ ആരംഭിക്കുക. ഏത് ചികിത്സാശാസ്ത്രത്തിലെ മരുന്നുകളാണെങ്കിലും പ്രമേഹം, BP എന്നിവ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. പഞ്ചസാരയുടെ അമിത ഉപയോഗം, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. മുട്ട, വേവിച്ച പയർ വർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയർ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ദിവസവും പല തവണകളായി ധാരാളം വെള്ളം കുടിക്കുക. അത്താഴം നേരത്തെ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തും. അതുവഴി ശരീരഭാരം കുറയുകയും ചെയ്യും. സ്ട്രോക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ നോക്കിയാൽ ഏറ്റവും വലിയ വില്ലനായി നിൽക്കുന്നത് അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ തന്നെയാണ്. പുകവലി, പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്, അമിതമായി കൊഴുപ്പടിയുക, ചില ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഏട്രിയൽ ഫിബ്രിലേഷൻ, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവയെല്ലാം തന്നെ പക്ഷാഘാത സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. സ്ട്രോക്ക് സംഭവിച്ചു പോയാൽ ഇതിന് അടിയന്തരമായി അലോപ്പതി വിഭാഗത്തിലെ സ്ട്രോക്ക് യൂണിറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരുടെ ചികിത്സ തേടേണ്ടതാണ്. ഇവിടെ ലഭ്യമാക്കുന്ന ചികിത്സകൾക്ക് ശേഷം ചിലർ പൂർണ്ണ ആരോഗ്യവാന്മാരാകുന്നു. എന്നാൽ ചിലരിൽ ചില അവശേഷതകൾ നിലനിൽക്കുന്നു. അത് കാരണം അവർ ഒരു മുറിക്കുള്ളിലോ ഒരു കട്ടിലിലോ തളച്ചിടപ്പെട്ട ഒരവസ്ഥയിലാണ് നാം കാണുന്നത്. ഇന്നലെ വരെ ഓടി നടന്ന് സ്വന്തം കാര്യങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചെയ്തുകൊണ്ടിരുന്നവർ പൊടുന്നനെ ഒരു ദിവസം ചലനശേഷി നഷ്ടപ്പെട്ടവരായി മാറുന്നു.
തങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ടും വിധം ബന്ധുജനങ്ങളോട് സംവേദിക്കാൻ കഴിയാത്ത വിധം സംസാരത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നു. മനസ്സ് ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ശരീരത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എന്തിനും ഏതിനും പരസഹായം വേണമെന്ന അവസ്ഥ അത് ഇവരിൽ വളരെയധികം മാനസിക പിരിമുറുക്കവും വിഷമവും വിഷാദവും ഉളവാക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകൾ, അതായത് സ്ട്രോക്കിന്റെ തീക്ഷണമായ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അവശേഷിക്കുന്ന അവശതകൾക്ക് ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകൾ ലഭ്യമാണ്. മരുന്ന് മാത്രം പോരാ, കൃത്യമായ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ എന്നിവയെല്ലാം സംയോജിതമായി നൽകിയാൽ വലിയൊരു മാറ്റം രോഗിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ബലക്ഷയം സംഭവിച്ച മാംസപേശികൾക്ക് വിദഗ്ധനായ ഒരു ഫിസിയോതെറാപ്പി ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശപ്രകാരമുള്ള വ്യായാമ മുറകളും ചികിത്സകളും വളരെയധികം ഫലം ചെയ്യും. അതോടൊപ്പം സംസാരത്തിലെ അവ്യക്തത, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ട്രെയിനിങ്ങിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. രോഗിയുടെ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ചും രോഗിയുടെ മറ്റ് അസുഖങ്ങളും, അതായത് പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതമായ കൊഴുപ്പ് എന്നിവയും കണക്കിലെടുത്ത് ഒരു ഡയറ്റ് പ്ലാൻ, ഒരു ഭക്ഷണക്രമം നിർദ്ദേശിക്കുന്നതിന് ഡയറ്റീഷ്യന്റെയോ ന്യൂട്രീഷണലിസ്റ്റിന്റെയോ സേവനം ആവശ്യമാണ്. രോഗിയെ സമഗ്രമായി പഠിച്ച ശേഷം അദ്ദേഹത്തിന്റെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ഏറ്റവും അനുയോജ്യമായ ഹോമിയോ മരുന്നുകൂടിയാകുമ്പോൾ രോഗി വളരെ വേഗം നല്ല മാറ്റങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. ക്രമേണ സംയോജിതമായ ഈ ചികിത്സാ രീതിയിലൂടെ രോഗികൾക്ക് തങ്ങളുടെ കാലിനും കൈക്കും നഷ്ടപ്പെട്ട ബലം മടങ്ങിവരുന്നു. സംസാരത്തിന് വ്യക്തത കൈവരുന്നു. പതിയെ പതിയെ അവർ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ചുവടുവെക്കുന്നു. ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ച ഹോമിയോ ആശുപത്രികൾ ഇന്നുണ്ട്. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന ഒരു പ്രോജക്റ്റിന്റെ കീഴിൽ ഇന്ന് ധാരാളം രോഗികൾക്ക് ഹോമിയോപ്പതിയുടെയും ഫിസിയോതെറാപ്പിയുടെയും സ്പീച്ച് തെറാപ്പിയുടെയും ഡയറ്റീഷ്യൻ, യോഗ എന്നിവയുടെയും എല്ലാം സമഗ്രമായ ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷാഘാതം എല്ലാറ്റിന്റെയും അവസാനമല്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് വീട്ടുകാരുടെ കരുതലും പങ്കാളിത്തവും. പെട്ടെന്നൊരു ദിവസം ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ അഥവാ ടൈം ടേബിൾ തെറ്റുമ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു വരാൻ രോഗിയെപ്പോലെ തന്നെ വീട്ടുകാരും ബുദ്ധിമുട്ടുന്നു. രോഗിയെ പരിചരിക്കുന്നതിലും അവരെ ശരിയായി ശുശ്രൂഷിക്കുന്നതിലും തിരികെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലും കൂട്ടിരിപ്പുകാർക്ക് അഥവാ ബന്ധുജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഹോമിയോ മരുന്നുകൾ കൃത്യമായി നൽകുന്നതിനും അവരെ വ്യായാമം ചെയ്യാൻ സഹായിക്കുന്നതിനും അവരുടെ മനസ്സ് തളരാതെ പ്രതീക്ഷയുടെ വിത്തുകൾ പാകുന്നതിലും വീട്ടുകാർക്ക് ഒരു വലിയ പങ്കുണ്ട്. ചില പ്രായമായ രോഗികൾ കിടരോഗികളായി ഒരു കട്ടിലിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. അവരെ 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഓരോ വശവും ചരിച്ചു കിടത്തുക. കട്ടിലിന് താഴെ വീണു പോകാതെ സൈഡ് റെയിൽസ് ഘടിപ്പിക്കുക. എഴുന്നേൽപ്പിച്ച് ചാരി ഇരുത്തി മാത്രം വെള്ളവും ഭക്ഷണവും മരുന്നുകളും നൽകുക. മൂത്രം പോകാനുള്ള ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും മുകളിൽ നിന്നും താഴേക്ക് വൃത്തിയാക്കുക. ട്യൂബിൽ പഴുപ്പ് കാണുന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടുക. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻഫെക്ഷനുള്ള മരുന്നുകൾ നൽകുക. തൊലി വരണ്ടു പൊട്ടാതിരിക്കാൻ മോയ്സ്ചറൈസേഴ്സ്, എണ്ണ എന്നിവ പുരട്ടിക്കൊടുക്കുക. സന്ധികൾ സ്റ്റിഫായി മടങ്ങാത്ത അവസ്ഥ വന്നുപോയാൽ അത് ഭേദമാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ചലിപ്പിക്കാൻ പറ്റാവുന്നിടത്തോളം രോഗി തന്നെ സ്വയം എല്ലാ സന്ധികളും മടക്കുകയും നിവർത്തുകയും ചെയ്യുക. പറ്റാത്തവ വീട്ടുകാർ പതിയെ അനക്കി കൊടുക്കുക. ഓരോ രോഗിക്കും സ്ട്രോക്കിന് ശേഷം ഉണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഓരോന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോസ്റ്റ് സ്ട്രോക്ക് പേഷ്യൻസിനും ഒരേ മരുന്ന് ഗുണം ചെയ്യില്ല. അതിനാൽ ഹോമിയോപ്പതിയിൽ എത്തുന്ന രോഗിയെ ശരിയായി അപഗ്രഥിച്ച് ആ വ്യക്തിയുടെ മാനസിക നിലവാരം, ചിന്തകൾ, വൈകാരികതകൾ, മനോഭാവം, ശീലങ്ങൾ എന്നിവ വരെ കണക്കിലെടുത്ത് ഏറ്റവും അനുയോജ്യമായ മരുന്ന് നൽകുന്നു. പെട്ടെന്ന് ദുഃഖം വരുന്ന ഒരു വ്യക്തിക്കും പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു വ്യക്തിക്കും അസുഖം ഒന്നാണെങ്കിലും ഹോമിയോപ്പതിയിൽ മരുന്ന് രണ്ടുപേർക്കും വ്യത്യസ്തമാണ്. പല പഠനങ്ങളിലും ഹോമിയോ മരുന്നുകൾ പക്ഷാഘാത ശേഷമുള്ള പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും പ്രതീക്ഷയറ്റ രോഗികൾക്ക് പുത്തൻ പ്രതീക്ഷകളും സ്വാതന്ത്ര്യവും ചൈതന്യവും നൽകാൻ ഹോമിയോപ്പതിയിലൂടെ സാധിക്കും. പക്ഷാഘാത രോഗികളുടെ ആരോഗ്യ പരിചരണം ഹോമിയോപ്പതിയിൽ ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന RV സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആകാശധാര